ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനീ പറിക്കുന്ന സംഭവം എന്താണെന്നറിയോ? എനിക്കിതറിയാൻ പാടില്ലായിരുന്നു കേട്ടാ. ഞങ്ങളുടെ നാട്ടിൽ ഇത് കണ്ടുപരിചയമൊന്നുമില്ല കേട്ടോ. എനിക്ക് ഒരു ദിവസമായി മുറ്റത്ത് ഇതിങ്ങനെ മുളച്ച് വന്നതാണ് കേട്ടാ. ചെറിയൊരു തൈയായിരുന്നേ. അപ്പം ഇതിൻ്റെ കളറ് കണ്ടപ്പോൾ ഞാനിത് എന്താണെന്ന് അറിയാൻ വേണ്ടി വളർത്തിയെടുത്തതാണ് കേട്ടാ. 8-9 മാസങ്ങൾ എടുത്തിട്ടാ ഇത് ഇത്രയും പടർന്ന് പന്തലിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ 2 ചേച്ചിമാരാണ് കേട്ടാ എനിക്കിതിനെപ്പറ്റി പറഞ്ഞു തന്നത്. അപ്പോൾ ഇവൻ്റെ പേരാണ് കേട്ടാ ചുവന്ന പാസില്. ഇവന് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. തണ്ടിന്റെ കൂമ്പ് ഭാഗം നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടാ. അത് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ടേ. വെണ്ടയ്ക്ക പോലെ ചെറിയൊരു വഴുവഴുപ്പുണ്ട് കേട്ടാ ഇതിന്. അപ്പതേ പാസിലിയൊക്കെ അരിഞ്ഞു വെച്ചിട്ട് ഞാൻ നേരെ നമ്മുടെ കാന്താരി മുളക് പറിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടാ. അപ്പോൾ നമ്മുടെ പഴയ കാന്താരിയിലൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നേ. ഇതൊക്കെ പുതിയ കാന്താരി തൈകളാണ് കേട്ടോ. ഇത് പൂവിട്ടിട്ടുള്ളൂ കേട്ടോ. ഈ ഒരെണ്ണത്തിൽ മുളകായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല വലിപ്പമുള്ള കാന്താരികളാണ് കേട്ടോ ഇതൊക്കെ. ഇതിൽ നിന്ന് കുറച്ച് കാന്താരിയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. പാസിൽ ഞാൻ തോരൻ വെക്കാന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ വാ നമുക്ക് തോരൻ വെക്കണം എങ്ങനെയെന്ന് നോക്കാം. ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് സവാളയും വെളുത്തുള്ളിയും കാന്താരി മുളക് ചതച്ചതും അല്പം തേങ്ങ ചിരകിയതും കറിവേപ്പിലയും ഇട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് ചെറുതായൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാസിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് മൂടി വെച്ച് വേവിക്കണം എന്നില്ല കേട്ടോ. പാസിൽ ഇത് ഏകദേശം കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് 2 രീതിയിൽ ചേർക്കാം കേട്ടോ. ഇതുപോലെ ഉടഞ്ഞ പരിപ്പായാലും ഓക്കെയാണ് കേട്ടോ. വെന്തുടയാത്ത പരിപ്പ് ചേർത്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചേർക്കാം കേട്ടോ. പരിപ്പിൽ മാത്രമേ ഞാൻ ഉപ്പ് ചേർത്തിരുന്നുള്ളൂ കേട്ടോ. പോരാത്ത ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ചുവന്ന പാസലിയുടെ തോരൻ. ഈ തോരൻ കഴിക്കുമ്പോഴേ നമ്മൾ ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണിനാണ് കേട്ടോ കൂട്ടണത്. ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിട്ടാ. അടിപൊളി സാധനമാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് കിട്ടിയാൽ ഇങ്ങനെ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.